കലിപ്പമാഷിൻ്റെ തെമ്മാടിപ്പെണ്ണ്. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാഭ്യാസൻ. നീ എന്താണ് പറയുന്നത് പൊന്നു? നിനക്ക് വല്ല ബോധമുണ്ടോ? അമൾ അവളെ തട്ടിക്കൊണ്ട് ചോദിച്ചു. ഉണ്ട്, ഉള്ളതുകൊണ്ടല്ലേ പറഞ്ഞത്. എനിക്ക് കെട്ടണം. പൊന്നു വാശി കാണിച്ചു. ഡി പൊന്നു, എന്തൊക്കെയായാലും ഇവളെൻ്റെ ഭാര്യയാണ്. എൻ്റെ മരണം വരെ ഈ അവകാശം ആർക്കും ഇനി കൊടുക്കില്ല. കൊടുക്കാൻ എനിക്കാകില്ല. കിരൺ ദൂരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പൊന്നു കണ്ണുകളടച്ച് ഭിത്തിയിൽ ചാരിയെന്ന് കരഞ്ഞു. നിത്യ കണ്ണുകൾ ഇറുക്കി അടച്ചു. അപ്പോഴും ആ കൈ താലിയിൽ മുറുകെ പിടിച്ചിരുന്നു. പൊന്നു കണ്ണുകൾ തുടച്ചുകൊണ്ട് കിരണിൻ്റെ അടുത്ത് വന്നു. കിരണിൻ്റെ കവിളിൽ പിടിച്ച് പൊന്നു തൻ്റെ മുഖത്തിന് നേരെ തിരിച്ചു. എന്നോട് എപ്പോഴെങ്കിലും പ്രണയം തോന്നിയിട്ടില്ലേ? പ്രണയത്തോടെ ഒരു നോട്ടമെങ്കിലും നോക്കിയില്ലേ? ഒരു വട്ടമെങ്കിലും പറ, പൊന്നു ചോദിച്ചു. വിടു പൊന്നു, നീ പോ. ഇത് ഇതോടെ തീർക്കണം. കിരൺ മോൻ കൊടുക്കാതെ പറഞ്ഞു. ഞാൻ പോവാം, പക്ഷെ ഞാൻ ചോദിച്ചതിന് ഉത്തരം നൽകണം. ഒരിക്കലെങ്കിലും എന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിട്ടില്ലേ? പൊന്നു പിന്നെയും പിന്നെയും ചോദിച്ചു. അതെ, ആഗ്രഹിച്ചിട്ടുണ്ട്. നീ ലൈബ്രറിയിൽ വെച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മാറോട് ചേർത്ത് നിന്നെ വാരിപ്പുണരാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ താലി അണിഞ്ഞ് വീട്ടിൽ ഒരാൾ ഉണ്ടെന്നുള്ള സത്യം അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ചു. ഞാനും ഒരു മനുഷ്യനല്ലേ, എനിക്കും ഉണ്ടാകില്ലേ വികാരങ്ങൾ? എല്ലാം ഉള്ളിലൊതുക്കി നടക്കുന്നു. നിത്യ കിരണിൻ്റെ വാക്ക് കേട്ട് സ്തംഭിച്ചു. അവളുടെ തേങ്ങൾ ആ മുറിയിൽ കേട്ടു. പൊന്നു, വാ പോവാം. അമൽ അവളെയും കൊണ്ട് പോവാൻ നോക്കി. ഇത്രയും മതി എനിക്ക് ജീവിക്കാൻ. പ്രണയം ഒന്നുചേരൽ അല്ലല്ലോ, ഇതും പ്രണയമല്ലയോ? പോവാ സാറേ. കണ്ണുകൾ തുടച്ചുകൊണ്ട് പൊന്നു അമലിൻ്റെ കൂടെ പോവാൻ നിന്നു. പൊന്നു, നിത്യയുടെ വിളികെട്ട് പൊന്നു തിരിഞ്ഞു. അടുത്തു വരാൻ കൈകൊണ്ട് നിത്യ ആംഗ്യം കാണിച്ചു. പൊന്നു കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളുടെ അടുത്ത് പോയി മുട്ടുകുത്തിയിരുന്നു. മോളെ പൊന്നു, നീ കിരണിനെ പൊന്നുപോലെ നോക്കുമോ? ഇടർച്ചയോടെ നിത്യ ചോദിച്ചു. കിരൺ ഒന്നും മനസ്സിലാകാതെ നിത്യയെ നോക്കി. പറ മോളെ, പൊന്നുപോലെ നോക്കുമോ? നിത്യ പിന്നെയും ചോദിച്ചു. പൊന്നു തലയാട്ടി. കിരണേ, ഇവളെ നിനക്ക് കെട്ടിക്കൂടെ? എന്നെക്കൊണ്ട് ഒരു യൂസുമില്ല, പാഴ് ജന്മം. നിത്യ കിരണിനെ നോക്കി ചോദിച്ചു. അതൊന്നും വേണ്ട പൊന്നു, നീ ചെല്ലി. കിരൺ തടസ്സം പറഞ്ഞു. കിരണേ, അരയ്ക്ക് താഴെ തളർന്നുപോയ എനിക്ക് എന്തായാലും ഒരു സന്തോഷം തരാനാകില്ല. പൊന്നു നിങ്ങളെ പൊന്നുപോലെ നോക്കും. എൻ്റെ അനിയത്തിയായി കിരണിൻ്റെ പാതിയായി ഇവളെ കൊണ്ടുവാ കിരണേ. നാളെ നിങ്ങളുടെ ജീവിതം ഞാൻ തകർത്തെന്ന് പറയാൻ പാടില്ലല്ലോ, വേദനയോട് നിത്യ പറഞ്ഞു. കിരൺ ഒന്നും മിണ്ടാതെ പുറത്തു പോയി. മോളെ, ഞാൻ സമ്മതിപ്പിക്കാം, മോള് പോ, ചിരിയോടെ നിത്യ പറഞ്ഞു. അമൽ പൊന്നുവിനെ കൊണ്ടുപോയി. പർമ്മയുടെ വീട്ടിൽ വയറുകാണൽ ചടങ്ങ് ആർഭാടമായി നടക്കുന്നു. മുത്തച്ഛനാണ് എല്ലാം മുന്നിൽ നിന്ന് നടത്തുന്നത്. മീഡിയക്കാർ ഇതൊക്കെ ആഘോഷമാക്കിയെടുത്തു. വൈകയും ബാക്കിയുള്ളവരും ദേഷ്യത്തിൽ നോക്കിയിരുന്നു. ലെനയെ സാരി ഉടുപ്പിച്ച് ഹാളിൽ കൊണ്ടുവന്നു. മുത്തച്ഛൻ അവളുടെ തലയിൽ തൊട്ട് അനുഗ്രഹം കൊടുത്തു. നന്നായി വാ മോളെ, ചിരിയോടെ മുത്തച്ഛൻ പറഞ്ഞു. ലെന എല്ലാവരോടും അനുഗ്രഹം മേടിച്ചുകൊണ്ട് അവൾക്കൊരിക്കൽ കസേരയിൽ പോയിരുന്നു. അമൽ അവളുടെ കയ്യിൽ ചേർത്ത് പിടിച്ചു. ലെന പുഞ്ചിരിയോടെ അമലിനെ നോക്കി. എല്ലാവരും അവൾക്ക് മഞ്ഞൾ കുങ്കുമം തൊട്ട് മഞ്ഞളും തടവി അനുഗ്രഹം നൽകി. എല്ലാവരും കഴിഞ്ഞല്ലോ, ഇനി ഞാൻ ഒരാളെ കൊണ്ടുവരാൻ പോവാ, വേണ്ടപ്പെട്ട അതിഥി, മുത്തച്ഛൻ നടുക്കിൽ വന്ന് പറഞ്ഞു. എല്ലാവരും പരസ്പരം ഒന്നും മനസ്സിലാകാതെ നോക്കി. എന്താ അച്ഛാ? വേദവർമ്മ അടുത്തൊന്ന് ചോദിച്ചു. അതൊക്കെയുണ്ട്, നീ പോയിരുന്ന് കളിയാണ്, മുത്തച്ഛൻ ചിരിയോടെ പറഞ്ഞു. വൈക, മുത്തച്ഛൻ ഉച്ചത്തിൽ വിളിച്ചു. വൈക പേടിയോടെ മുത്തച്ഛൻ്റെ അടുത്ത് വന്നു. അമലും ലെനയും ഒന്നും മിണ്ടാതെ മുത്തച്ഛൻ്റെ അടുത്ത് വന്നു. ജിജിൻ, മുത്തച്ഛൻ ഉച്ചത്തിൽ വിളിച്ചു. ജിജിൻ, അവൻ്റെ പേര് കേട്ടതും വൈക നടുങ്ങി.
ജിജിൻ അവരുടെ അടുത്ത് വന്നു. ആരാ ഇത്? സംശയത്തോടെ അമൽ ചോദിച്ചു. നിന്റെ എക്സ് ലവറിന്റെ ലവർ, മുത്തച്ഛൻ വൈകിയെ കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അമൽ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടലോടെ നോക്കി. വൈക പിടിക്കപ്പെട്ടവളെ പോലെ തല താഴ്ത്തി. എന്താ അച്ഛാ ഇതൊക്കെ? വർമ്മ അടുത്തൊന്ന് ചോദിച്ചു. അതോ, മുത്തച്ഛൻ ഫ്ലാഷ് ബാക്കിലോട്ട് പോയി. വൈക ആരും കാണാതെ തറവാട്ടിൽ നിന്ന് പോകുന്നത് മുത്തച്ഛൻ കണ്ടു. ഇവളെന്തിനാ ഈ രാത്രി പുറത്തു പോകുന്നത്? സംശയത്തോടെ മുത്തച്ഛൻ പുറകെ പോയി. കുറച്ചു ദൂരം പോയതും ഒരു ആൽമരച്ചോട്ടിൽ വൈക ആരോടോ സംസാരിക്കുന്നത് മുത്തച്ഛൻ കണ്ടു. മെല്ലെ വൈക അറിയാതെ മുത്തച്ഛൻ പോയി. എടാ, പറ്റുന്നില്ല, എല്ലാം കൈവിട്ടുപോയി. വൈക അങ്ങും നോക്കിക്കൊണ്ട് പറഞ്ഞു. ഡി, നീയല്ലേ പറഞ്ഞത് അമലിനെ കെട്ടിക്കഴിഞ്ഞ് എല്ലാ സ്വത്തും നിനക്ക് കിട്ടും, എന്നിട്ട് ഒരുമിച്ച് ജീവിക്കാമെന്ന്. ഇപ്പോൾ നീ ഇങ്ങനെ പറയുന്നു? അവൻ ദേഷ്യത്തിൽ അലറി. പറഞ്ഞിരുന്നു, ഒക്കെ കൈവിട്ടുപോയ അവസ്ഥയാണ്. വൈക തലയിലടിച്ചു. അന്നേ പറഞ്ഞതാ, നീ അവനെ കെട്ടി സ്വത്തൊക്കെ നിന്റെ പേരിലാക്കുമ്പോൾ എൻ്റെ ഒപ്പം ഇറങ്ങി വരാൻ. നീ കേട്ടില്ല. എന്തൊക്കെയോ നീ പ്ലാൻ ഉണ്ടാക്കി. എടാ ലെന, അവളെ പീഡിപ്പിച്ചെന്ന് പറയാൻ അമലിനെ നാണം കെടുത്താം. റേപ്പ് കേസൊക്കെ ആകുമ്പോൾ നാണം കെട്ട് എൻ്റെ മുന്നിലൊന്ന് യാചിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ യാചിക്കുമ്പോൾ കോടികൾ മേടിച്ച് കെട്ടാം എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ലെന തോൽപ്പിച്ചു. അമലിനെ കെട്ടാം എന്ന് സമ്മതിച്ചു. പിന്നെ എന്താ ഞാൻ ചെയ്യുക? വൈക പറഞ്ഞു നിർത്തി. ഇത് കേൾക്കുന്ന മുത്തച്ഛൻ ദേഷ്യത്തിൽ പല്ലിഞ്ഞിരിച്ചു. പെണ്ണിന്റെ ബുദ്ധി പിൻബുദ്ധി എന്നത് എത്ര ശരിയാണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയും എന്തേലും ഉണ്ടാക്കിയിട്ട് ഒളിച്ചോടി പോയാൽ മതി, ജിജിൻ പറഞ്ഞു. വൈക ഒന്നും മിണ്ടാതെ തലയാട്ടി. നീ പോ, നാളെ കാണാം, അവൻ അവളെ പറഞ്ഞു വിട്ടു. മുത്തച്ഛൻ യാഥാർത്ഥ്യത്തിലോട്ട് വന്നു. എല്ലാവരും ഞെട്ടലോടെ നിന്നു. കുടുംബമാനം കളഞ്ഞില്ലോടി, വൈകയുടെ അമ്മ അവളെ തല്ലി. തീർന്നില്ല, ഇനിയുണ്ട്, മുത്തച്ഛൻ തടഞ്ഞു. ടോമിയുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചത് ഇവളും ഇവനുമായിരുന്നു, മുത്തച്ഛൻ പറഞ്ഞു നിർത്തി. സക്കറിയ കണ്ണുകൾ വിടർത്തി. പറയടാ പന്നമോനി, മുത്തച്ഛൻ ജിജിനെ അടിച്ചു. അവനോട് കൂട്ടുകൂടി. അനിയത്തിയുടെ ഇറങ്ങിപ്പോക്കൊക്കെ ആയപ്പോൾ അവൻ പാടെ തകർന്നു. അത്രമേൽ അവന് ലെന എന്ന ജീവനായിരുന്നു. അവൻ്റെ മനസ്സ് കൈവിട്ട സമയമായിരുന്നു. ആ സമയം ഞാൻ മെല്ലെ അടുത്തു. അമലിനോട് ദേഷ്യം വർദ്ധിപ്പിച്ചു. ലെനയ്ക്ക് സ്വത്ത് കൊടുക്കരുത്, കോടീശ്വരൻ്റെ വീട്ടിലാണ് പോയത്, ഇതൊക്കെ നിനക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു. വേണ്ട, എൻ്റെ പെങ്ങളുട്ടി നന്നായിരിക്കട്ടെ എന്നൊക്കെ അവൻ പറഞ്ഞു. നോർമലായിട്ട് പറഞ്ഞാൽ അവൻ കേൾക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. അവന് ഡ്രഗ്സ് കൊടുക്കാൻ തുടങ്ങി. കൂടെ വിഷം മനസ്സിൽ നിറയ്ക്കാൻ നോക്കി. ലെന മുഖം പൊത്തി കരഞ്ഞു. സക്കറിയ തളർന്നു. വർമ്മ അയാളെ താങ്ങി. അന്ന് ലെനയുടെ വയറ്റിൽ ചവിട്ടിയത് പോലും മയക്കുമരുന്നിൻ്റെ പവറിലാണ്. ആ പവർ മാറിയപ്പോൾ ലെനയോട് പോയി മാപ്പ് ചോദിക്കാൻ നോക്കി. പക്ഷെ ഞാൻ പിന്നെയും മരുന്ന് കൊടുത്തു. അങ്ങനെ പതിയെ പതിയെ എൻ്റെ കൺട്രോളിലായി തീർന്നു. ജിജിൻ പറഞ്ഞു നിർത്തിയതും അമൽ അവൻ്റെ നെഞ്ചിൽ ചവിട്ടി. അവൻ പോയി നിലത്ത് വീണു. അമൽ ദേഷ്യം തീരെ തീരെ അവനെ തല്ലി. ലെന ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ടിരുന്നു. അമലിനെ മുത്തച്ഛൻ പിടിച്ചു മാറ്റി. അമൽ കുടഞ്ഞു മാറിക്കൊണ്ട് വൈകയുടെ അടുത്ത് വന്നു. എന്നോട് പ്രണയത്തിലായിരുന്നപ്പോൾ ഇവനോട് പ്രണയമായിരുന്നു, അമൽ ദേഷ്യത്തിൽ ചോദിച്ചു. ഏട്ടാ, അത് വൈക പറയാൻ വന്നതും. ആണോ അല്ലയോ? അമൽ ഉച്ചത്തിൽ ചോദിച്ചു. ആണ്, വൈക പേടിയോടെ മറുപടി കൊടുത്തു. അമൽ വൈകയെ ആഞ്ഞു തല്ലി. നീ എന്നെ പൊട്ടനാക്കി അല്ലടി. അമൽ ദേഷ്യം തീരാതെ പിന്നെയും അടിച്ചു. ലെന അമലിനെ പിടിച്ചു മാറ്റി. നീ അങ്ങനെ ചെയ്തെങ്കിലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം നീ കാരണമാണ് എനിക്ക് എൻ്റെ ലെനുവിനെ കിട്ടിയത്. ആ ഒറ്റ കാര്യോർത്ത് നിന്നെ ഞാൻ വെറുതെ വിടുന്നു. വെക്കോ എൻ്റെ മുന്നിൽ നിന്ന്, അമൽ ദേഷ്യത്തിൽ പറഞ്ഞു. മുത്തച്ഛൻ വൈകയുടെ അടുത്ത് വന്നു. നിന്നെ കൊല്ലാൻ തോന്നുക, പക്ഷെ കൊന്നാൽ എൻ്റെ കൈ അശുദ്ധിയാകും. അതുകൊണ്ട് മാത്രം വെറുതെ വിടുന്നു. എൻ്റെ കൊച്ചുമനെ കൊഞ്ചിക്കേണ്ടതാ, മുത്തച്ഛൻ അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. ആരും ഒന്നും മിണ്ടിയില്ല.
വൈഗയുടെ അച്ഛൻ അവളുടെ അടുത്ത് വന്നു. ഇപ്പോൾ ഇറങ്ങിക്കോണം. മേലാൽ ഞങ്ങളുടെ മുന്നിൽ വന്നാലുണ്ടല്ലോ കൊന്നുകളയും. ആരുടെ കൂടെ വേണേലും ജീവിച്ചോ. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മോളില്ല എന്ന് കരുതാം. നീ ജനിക്കണ്ടായിരുന്നു. വൈഗ ഒന്നും മിണ്ടാതെ ജിജിന്റെ അടുത്ത് പോയി. ഒന്നീ മൃദുല വിളിച്ചു. ആഭരണങ്ങൾ എല്ലാം തന്നോ? ഒന്നുപോലും നിന്റേതല്ല. മൃദുല പറഞ്ഞതും വൈഗ എല്ലാം ഊരിക്കൊടുത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒരു നിമിഷം അമലിനെ നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാതെ ജിജിന്റെ കൈയും പിടിച്ച് വൈഗ വീട് വിട്ടു. എല്ലാം കഴിഞ്ഞ് എല്ലാവരും ലെനയെ സ്നേഹിക്കാൻ തുടങ്ങി. ഓരോരുത്തരും സ്നേഹം കൊണ്ട് അവളെ വീർപ്പ് മുട്ടിച്ചു. ലാവണ്യയും മറ്റുള്ളവരും ലെനയോട് മാപ്പ് ചോദിച്ചു. സക്രയും അന്നമ്മച്ചിയും അവരുടെ വീട്ടിൽ പോയി. ടോമിക്ക് മെഴുകുതിരി കല്ലറയെ കത്തിച്ച് അന്നമ്മച്ചി കണ്ണീരോടെ നിന്നു. നിത്യ നിരാകാരം കിടന്ന് കിരണിനെ കൊണ്ട് പൊന്നുവിനെ കെട്ടാൻ സമ്മതിപ്പിച്ചു. പൊന്നുവിന്റെ വീട്ടുകാർ എതിർത്തു. പൊന്നു അതൊന്നും വകവയ്ക്കാതെ ഇറങ്ങി വന്ന് കിരണിന്റെ പെണ്ണായി. പൊന്നു സന്തോഷത്തോടെ കിരണിന്റെ കൈപിടിച്ച് ആ വീട്ടിൽ കയറി. നിത്യ കിരണിന്റെ സന്തോഷം മനസ്സിലെ വിങ്ങലുകൾ മറച്ചുവെച്ച് ആസ്വദിച്ചു. കിരണിനും പൊന്നുവിനും വേണ്ടി ഒരുക്കിയ മണിയറയിൽ രണ്ടുപേരും ഒരു ശരീരമായി മാറുമ്പോൾ മറുമുറിയിൽ അവരുടെ ശ്വാസ ശൃംഗാരങ്ങൾ കേട്ട് തന്റെ പാതിയെ പങ്കിടേണ്ടി വന്നല്ലോ എന്ന് നിത്യ. അവളുടെ തേങ്ങുന്ന ശബ്ദം കേൾക്കാൻ ആ മുറി മാത്രം സാക്ഷിയായി മാറി. ലെന സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടി. ഇടയ്ക്ക് വരുന്ന അസ്വസ്ഥത ഒഴിച്ചാൽ അവൾ സന്തോഷവതിയാണ്. എല്ലാവരുടെയും സ്നേഹം കണ്ട് മനസ്സ് നിറഞ്ഞ് അവൾ പൂജാമുറിയിൽ പോയി കൈകൾ കൂപ്പി. എനിക്ക് ജീവിക്കാൻ ഒരു കൊതി. ആയുസൊന്ന് നീട്ടിത്തരുമോ? ഈ സ്നേഹം ഒന്നാവോളം നൂരുവാൻ, എൻ്റെ കുഞ്ഞിനെ അമ്മിഞ്ഞപ്പാൽ നൽകുവാൻ എനിക്കൊരു അവസരം നൽകുമോ ഈശ്വര? ഇച്ചയുടെ പെണ്ണിനെ വിട്ടുപോകാൻ ആകാത്തുണ്ടാ? ലെന പറഞ്ഞു തീർന്നതും അടിവയറ്റിൽ ഒരു വേദന. ഇച്ച, ലെന വിളിച്ചുകൊണ്ട് അലറി. എല്ലാവരും ശബ്ദം കേട്ട് പൂജാമുറിയിൽ വന്നു. അമൽ തളർന്ന് അവളെയും കോരിയെടുത്തോണ്ടോടി കാറിൽ മെല്ലെ കിടത്തി. എല്ലാവരും കൂടെ പോയി. അമൽ വേഗത്തിൽ വണ്ടി ഓട്ടിച്ചു. അമലിന്റെ മനസ്സ് വിടഞ്ഞു. എല്ലാവരുടെ ഹൃദയവും പൊടിഞ്ഞു. അമൽ വലിയ ഹോസ്പിറ്റലിന്റെ മുന്നിൽ പോയി നിന്നു. ചാടിയിറങ്ങി സ്ട്രെച്ചർ കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ട് ഡോർ തുറന്ന് അവളെ മെല്ലെ കോരിയെടുത്തു. കാലിന്റെ ഇടയിലൂടെ ഒലിച്ചിറങ്ങുന്നു വെള്ളം. അവളെ വേഗം ലേബർ റൂമിൽ കയറ്റി. അമൽ അങ്ങൊങ്ങ് നടക്കുന്നു. എൻ്റെ കൃഷ്ണ, എൻ്റെ കുട്ടിക്ക് ഒന്നും വരുത്തരുതേ, മുത്തച്ഛൻ നെഞ്ചിൽ കയച്ചു പറഞ്ഞു. സക്രിയ, അന്നമ്മച്ചി, ഗബ്രിയേൽ മൂന്നുപേരും വിവരറിഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നു. എൻ്റെ മോളെ ഒന്ന് സ്നേഹിച്ചു വന്നതേ ഉള്ളൂ, ഞങ്ങൾക്ക് തന്നെ തരണേ ഭഗവാനി, വേദനയോടെ വർമ്മ വിളിച്ചു. അമലിൻ്റെ ഉള്ളു വിടഞ്ഞു. തൻ്റെ പാതി തന്നിൽ നിന്ന് പോകുമോ എന്ന ഭയം അവനിൽ നിഴലിച്ചു. ആ സമയം ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ ശബ്ദം. എല്ലാവരും സന്തോഷം കൊണ്ട് പരസ്പരം നോക്കി. കുറച്ചു സമയമായതും വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഒരു കുഞ്ഞിനെ മാലാഖ കൊണ്ടുവന്ന് അമലിൻ്റെ കയ്യിൽ കൊടുത്തു. മോള, ചിരിയോടെ അവർ പറഞ്ഞു. അമൽ കുഞ്ഞിനെ മേടിച്ചു. എൻ്റെ ലെനു, ആകാംക്ഷയോടെ അമൽ ചോദിച്ചു. സുഖം, പോയി കാണാം, ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവർ അകത്തുപോയി. അമൽ സന്തോഷം കൊണ്ട് പിതാവിൻ്റെ ആദ്യത്തെ ചുംബനം ആ കുരുന്നിന് നൽകി. എല്ലാവരും കുഞ്ഞിനെ എടുത്ത് സന്തോഷത്തിലായിരുന്നു. മോനി, നീ പോയി മോളെ കണ്ടച്ചുവാ, മുത്തച്ഛൻ പറഞ്ഞതും അമൽ അകത്ത് കയറാൻ പോയി. നെറ്റ്സൊക്കെ പുറത്തുനിന്ന് അങ്ങങ്ങ് ഓടുന്നു. അമൽ തടഞ്ഞ് കാര്യം ചോദിച്ചും ആരും ഒന്നും പറഞ്ഞില്ല. എല്ലാവരും പേടിയോടെ നോക്കിയിരുന്നു. അമലിൻ്റെ കാലുകൾ തളർന്നു. കുറച്ചു സമയമായതും ഡോക്ടർ ഓടി ലേബർ റൂമിൽ കയറാൻ പോയി. എന്താ ഡോക്ടർ പറ്റിയത്? അമൽ തടഞ്ഞോട് ചോദിച്ചു. പറയാം, അവർ പറഞ്ഞുകൊണ്ട് അകത്ത് കയറി. ബ്ലീഡിംഗ് നിൽക്കുന്നില്ലല്ലോ, എന്താ ചെയ്യുക? പൾസ് കുറഞ്ഞു വരുവാണല്ലോ, പേടിയോടെ ഡോക്ടർ പറഞ്ഞു. ആ സമയം ലെന എന്തോ പറയാൻ വേണ്ടി കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അവൾ ശ്വാസം വലിച്ചു വിടുന്നു. പൾസ് പാടെ കുറഞ്ഞു വന്നു. ബ്ലീഡിംഗ് നിന്നില്ല.
ഡോക്ടർ അമലിൻ്റെ അടുത്ത് വന്നു. അമൽ, ലെനയുടെ പൾസ് കുറഞ്ഞു വരുക, ഹോപ്പ് കുറവാണ്, പ്രാർത്ഥിക്കേ. ഈശ്വരൻ എന്നൊരാളുണ്ടല്ലോ, ഒരിക്കലും കൈവിടില്ല. അമൽ തകർന്ന് ഭിത്തിയിൽ ചാരി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ലെന അമലിൻ്റെ മുന്നിൽ വന്ന് നിന്നു. അമൽ പൊട്ടിക്കരയുന്നത് കണ്ടു. ഇച്ചു, ഞാൻ പോയില്ല, പേടിക്കാതെ. ലെന അവനോട് ഉച്ചത്തിൽ പറഞ്ഞും അവന് കേൾക്കാനായില്ല. അമൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തലയിലടിച്ചു. നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടി. നീലാണ്ടൻ അവളെ ശപിച്ചതോർത്ത് മോമ്പത്തിക്കരഞ്ഞു. എന്തിനായിരുന്നു പെണ്ണി, ഇതിനു വേണ്ടിയാണോ നീ വാശി കാണിച്ചത്? സ്നേഹിച്ച് കൊതി തീർന്നില്ല. അതിനു മുന്നേ നീ... ഇല്ല, ഒരിക്കലുമില്ല, ഞാൻ വിടില്ല. എൻ്റെ പെണ്ണിനെ മരിക്കാൻ ഞാൻ വിടില്ല. നീ പോയാൽ ഈ അമൽ എന്തിനാ? അമലും പോവും. അമൽ കണ്ണുകൾ തുടച്ചുകൊണ്ട് എങ്ങോട്ടോ ഓടി. എൻ്റെ കൊച്ച്. ഗായത്രി നെഞ്ചിൽ കൈവച്ച് കരഞ്ഞു. അച്ഛാ, ഗായു, നീ ഇവിടെ നിൽക്ക്. എന്താണേലും വിളിച്ചറിയിക്കേ. ഞങ്ങൾ അവൻ്റെ കൂടെ പോകുന്നു. വാ സക്രിയ. വർമ്മ സക്രിയെ വിളിച്ചുകൊണ്ട് അവൻ്റെ പുറകെ ഓടി. ആ സമയം ഡോക്ടർ അകത്തു പോകുന്നത് നീലാണ്ടൻ കണ്ടു. ഡോക്ടർ, നീലാണ്ടൻ വേദനയോടെ വിളിച്ചു. എനിക്ക് എൻ്റെ കൊച്ചുമോളെ ഒന്ന് കാണാൻ പറ്റുമോ? കൈകുമ്പിട്ടുകൊണ്ട് നിൽക്കുന്ന അയാളെ കണ്ട് ഡോക്ടറുടെ മനസ്സലിഞ്ഞു. നീലാണ്ടൻ കൈകുമ്പിട്ടുകൊണ്ട് അകത്തുപോയി. കണ്ണുകൾ അടച്ചിടക്കുന്നു ലെന. നീലാണ്ടൻ അവളുടെ അടുത്ത് വന്നു. ഓക്സിജന്റെ സഹായത്തോടെ ശ്വസിക്കുന്ന അവളെ ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. പൊന്നുമോളെ, ഈ അപ്പച്ചനോട് പുറക്കണേ. കിഴവനല്ലേ, വിവരമില്ല. എൻ്റെ മോൾ തിരികെ വരണം. എൻ്റെ തറവാടിൻ്റെ ഐശ്വര്യം. നീലാണ്ടൻ അവളുടെ കാലിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. ലെന ഒന്നും മിണ്ടാതെ എല്ലാം നോക്കി നിൽക്കുന്നു. അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞുവോ, കണ്ണുകൾ നിറഞ്ഞുവോ. അതേസമയം പള്ളിയുടെ മുന്നിൽ നിൽക്കുന്നു അമൽ. എൻ്റെ പെണ്ണിനെ എനിക്ക് തിരിച്ചു തരണമേ. അവളില്ലാത്ത ലോകം എനിക്ക് വേണ്ട. അല്ലെങ്കിൽ എന്നെയും കൊണ്ടുപോ. ഇല്ലെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കാൻ അവളെ തിരികെത്താ. ജീവിച്ച് കൊതി തീർന്നില്ല. അതിനു മുന്നേ അമൽ ഏങ്ങലടിച്ചു. അതേസമയം വർമ്മയും സക്രയും അവൻ്റെ അടുത്ത് വന്നു. മോനി, സക്രയെ വിളിച്ചു. അപ്പച്ച, ഈശോ വിളി കേൾക്കുമല്ലേ? എൻ്റെ ലെനുവിനെ എനിക്ക് തരുമല്ലോ അല്ലേ അപ്പച്ച? ഒരു ഭ്രാന്തനെ പോലെ അമൽ ചോദിച്ചു. മോനി, ഈശോയുടെ അനുഗ്രഹം മാത്രമല്ല, നിങ്ങളുടെ 30 മുക്കോടി ഈശ്വരന്മാരുടെ അനുഗ്രഹം അവൾക്കുണ്ട്. എനിക്ക് പേടിയില്ല. അവൾ തിരിച്ച് എൻ്റെ മോന് വേണ്ടി വരും. അത്ര പെട്ടെന്നൊന്നും നമ്മുടെ മോളെ... സക്രയുടെ തൊണ്ടയിടറി. ഇതാ എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം നിങ്ങൾ കണ്ടതല്ലേ? തൻ്റെ അടിയായ ചുണക്കുട്ടി പ്രണയത്തിന് മുന്നിൽ അടിവതറിയത്. ആദ്യമൊക്കെ എന്നെ ആർക്കും ഇഷ്ടമില്ല. ഇപ്പോൾ എന്നെ എല്ലാവർക്കും വേണം. എൻ്റെ അപ്പച്ചൻ മുതൽ മുത്തച്ഛൻ വരെ എൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. എൻ്റെ ഇച്ചു, എനിക്ക് കൊതി തീർന്നില്ല. കൂടെ ജീവിച്ച് മതിയായില്ല. വല്ലാത്തൊരു നൊമ്പരം. ലെന ഇടറിയ സ്വരത്തിൽ പറഞ്ഞതും കുഞ്ഞിൻ്റെ കരച്ചിൽ ശബ്ദം. എനിക്ക് പോകാൻ സമയമായി, ഞാൻ പോട്ടെ. ലെന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കുഞ്ഞിനെ അവളുടെ മാറോട് ചേർത്ത് പിടിക്കേ. നഴ്സിനോട് നീലാണ്ടൻ ആവേശത്തോടെ പറഞ്ഞു. നഴ്സും അവളുടെ മാറോട് കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. കുഞ്ഞിൻ്റെ കരച്ചിൽ ലെനയുടെ കാതിലൂടെ ഹൃദയത്തിൽ സ്പർശിച്ചു. ലെന ശ്വാസം വലിച്ചെടുത്തു. അതേസമയം പള്ളിയിൽ. എന്നെ വിട്ടേച്ചു പോകാൻ എൻ്റെ ലെനുവിന് ആകുമോ വച്ചാ? എനിക്കവൾ ആരൊക്കെയായിരുന്നു? അമൽ പറഞ്ഞു നിർത്തിയതും വർമ്മയുടെ ഫോൺ റിങ് ചെയ്തു. വർമ്മ വിറയാർന്ന കൈയോടെ ഫോൺ എടുത്തു. മോനി, വർമ്മ ഞെട്ടലോടെ വിളിച്ചു. അമലും സക്രിയയും വർമ്മയെ നോക്കി. അവിടെ നിശബ്ദത. വർമ്മയുടെ ഹൃദയെടുപ്പ് കൂടി. നമ്മുടെ മോൾ തിരിച്ചു വന്നു. കാലനെ തോൽപ്പിച്ച് നമ്മുടെ അമലിന് വേണ്ടി തിരിച്ചു വന്നു. സന്തോഷം കൊണ്ട് വർമ്മ പറഞ്ഞു. സക്രിയ കൈകൾ കൊണ്ട് അറിയാതെ കുരിശ് വരച്ചു. എല്ലാവരും നന്ദി പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി. ലെന മയക്കത്തിലായിരുന്നു. അമൽ അവളുടെ അടുത്ത് വന്ന് അവളുടെ കയ്യിൽ മെല്ലെ പിടിച്ചു. ലെന മെല്ലെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ചെറു പുഞ്ചിരി കൊടുത്തു. 10 കൊല്ലത്തിന് ശേഷം. എങ്ങോട്ടാ വടിയും കൊണ്ട്? വടിയും കൊണ്ട് പുറത്തു പോകാൻ നിൽക്കുന്ന കൊച്ചിനെ നോക്കി അമൽ ചോദിച്ചു.
അമൽ കണ്ണടയും വെച്ച് ഫ്രഞ്ച് താടിയും വെച്ച് പാടെ മാറിയിരുന്നു. അതോ എന്നെ ആ തെമ്മാടി ഡി എന്ന് വിളിച്ചു. ഞാൻ അതുകൊണ്ട് 2 കൊടുക്കാൻ പോവുക. പടി നിലത്ത് കുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. അമ്മയുടെ അതേ സ്വഭാവം. തലയാട്ടിക്കൊണ്ട് അമൽ ലെനയെ നോക്കി. ലെനയുടെ പ്രോഡക്റ്റ് അല്ലയോ, തെറ്റുമോ? പുരുകയോർത്തി ലെന ചോദിച്ചു. ഇനി എൻ്റെ പ്രോഡക്റ്റ് കൂടി വേണ്ടേ? അമൽ ലെനയുടെ കാതിൽ മെല്ലെ പറഞ്ഞു. ദേ, ഇതിനെ ലോകത്തോട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ മേപ്പോട്ട് പോയച്ചു വന്നു. ഇനി ഒരു പോക്ക് കൂടി പോകാൻ എന്നെ കൊണ്ടാകില്ല. 2 കൈ ഇടുപ്പിൽ കുത്തിക്കൊണ്ട് ലെന പറഞ്ഞു. അമൽ പൊട്ടിച്ചിരിയോടെ ലെനയെ ചേർത്ത് പിടിച്ചു, കൂടെ തൻ്റെ പൊന്നു മോളെയും. ഇനി അവർ ജീവിച്ചോട്ടെ. പ്രണയത്തോടും സന്തോഷത്തോടും ഈശ്വരൻ അനുവദിച്ചു കൊടുത്ത ദിവസം വരെ. ശുഭം.